ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണി പ്രകാശനും കൂടി സംസാരിച്ചിരിക്കുകയാണ്. പ്രകാശം പറഞ്ഞിട്ട് എന്നാൽ മോളത് നയനയുടെ കൂടെ പോയിട്ട് ആഭരണം എടുത്തോ, അവൾക്കാകുമ്പോഴേക്കും ഇപ്പത്തെ മോഡലിനെ കുറിച്ചും ഡിസൈനെ കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അമ്മയുടെ ആഭരണങ്ങള് കാർത്തിക ചേച്ചിക്കൊക്കെ അതിനെ കൊടുക്കണേ നല്ലത്, അതാകുമ്പോഴേക്കും അമ്മക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് കിരണേട്ടൻ ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് മേടിച്ചെടുത്ത് ഈ മാല ഇട്ട് കഴിയുമ്പോ അമ്മ പറയും, മോളെ ഈ മാല ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് തരും. എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ മാല അമ്മ കഴുത്തിലിടുന്നുണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു തരി പൊന്നു പോലും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആകെ കെട്ടിയ താലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഡിവോഴ്സ് ആയപ്പോഴേക്കും അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചേർന്നത്. അത് ഞാൻ മോനവും കൊടുത്തായിരുന്നല്ലോ, അവനത് ദൂർത്തടിച്ച് വെള്ളം അടിച്ച് എല്ലാം തീർത്തു എന്ന് പറയണം. കല്യാണി പറയുന്നുണ്ട്, മാല മാത്രമല്ല അച്ഛനച്ഛന്റെ ഇത് വൃക്ക പോലും കൊടുത്തിട്ടില്ലേ എന്ന് പറയാണ്. എന്തിനാ മോളെ, ഹൃദയം പോലും അവനെ കൊടുക്കുമായിരുന്നു. ചില ആൾക്കാരൊക്കെ പറയില്ലേ, ആമ്പിള്ളേര് വീടിന്റെ ഐശ്വര്യമാണ്, ആമ്പിള്ളേരുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മക്കും ഒന്നും നോക്കണ്ട, വയസ്സാകുമ്പോ നോക്കുന്നുള്ളത് അതൊക്കെ വെറുതെ മോളെ. ആണ് പെണ്ണൊന്നുമില്ല, പക്ഷെ വളർത്തു ഗുണം അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ ഗുണം ഇത് രണ്ടുമാണ് നോക്കേണ്ടത്, അല്ലാതെ ആണ് പെണ്ണൊന്നൊന്നുമില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും മോള് നയന വരുമ്പോ നയനയുടെ കൂടെ പോയിട്ട് ആഭരണങ്ങളൊക്കെ എടുത്ത് വന്നാൽ മതി എന്ന് പ്രകാശം പറയുന്നുണ്ട്. ശേഷം കല്യാണി നയനയും അതുപോലെ തന്നെ നമ്മുടെ കാദംബരി ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി നമ്മുടെ നയനയുടെ ജ്വല്ലറിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പൊ കല്യാണി അമ്മയുടെ ആഭരണങ്ങൾ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിലൊരു മാല എടുത്തിട്ട് നയന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ കല്യാണി പറയേണ്ടത്, നീ എന്താ ഇങ്ങനെ നോക്കണത്, സംശയിക്കണ്ട, അത് നീ സെലക്ട് ചെയ്ത മാല തന്നെയാണ്. എനിക്ക് മനസ്സിലായി കല്യാണി, ഒരു ദിവസം കിരണേട്ടൻ വന്നിട്ട് സർപ്രൈസ് ആയിട്ട് അമ്മക്കൊരു മാല മേടിക്കണം, നയന തന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത മാലയായത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട്, അത് അന്ന് ഡിവോഴ്സ് ആയില്ലേ അച്ഛനും അമ്മയും തമ്മില്, അന്ന് അമ്മയുടെ കഴുത്തില് മാലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴാ കിരണേട്ടനോട് പറഞ്ഞത്, കിരണേട്ടാ അമ്മക്കൊരു മാല വാങ്ങിക്കണമെന്ന്. അപ്പൊ വാങ്ങിച്ചു കൊടുത്തത് ഈ മാല. പിന്നെ ഇതിലുള്ള പകുതി വളകളും നീ സെലക്ട് ചെയ്ത വളകളാ. അറിയാം, എല്ലാം ഇവിടെ വന്നിട്ടല്ലേ വാങ്ങിക്കുന്നത്, ഞാൻ അമ്മക്ക് എല്ലാം സെലക്ട് ചെയ്യാറ്. എന്നിട്ട് നയന ലക്ഷ്മിയും എടുത്തും കാർത്തികേട്ടൊക്കെ പറയുന്നുണ്ട്, ഇവളുടെ കഴുത്തിലെ ഒരു കറുത്ത ചെടിൽ ഒരു മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇവളുടെ അമ്മ ആഭരണങ്ങളൊന്നും ഇടില്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മ ചെറുപ്പത്തിലെ ഇവളുടെ അമ്മേനെ അമ്പലത്തിൽ വെച്ച് കാണുമായിരുന്നു. ആ സമയത്തെ ഇവളുടെ അമ്മയുടെ കഴുത്തിലും കാതിലൊന്നും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എങ്കിലും എന്റെ അമ്മ പറയുമായിരുന്നു, എന്തൊരു ഐശ്വര്യമാണ് കല്യാണി മോളുടെ അമ്മയുടെ മുഖത്തെന്ന് പറയുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കല്യാണിയുടെ കണ്ണ് നിറയാട്ടോ. അപ്പൊ ലക്ഷ്മിയോ പറയണ്ട്, മോളെ നയനെ അതൊന്നും ഇപ്പൊ പറയണ്ട, ദേ കല്യാണി മോൾക്ക് വിഷമോയി എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ നയന ഓരോരോ ആഭരണങ്ങൾ എടുത്തിട്ട് കാർത്തികയുടെ ദേഹത്ത് വെച്ചു കൊടുക്കാട്ടോ. ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ പട്ടിക ചോദിക്കുന്നുണ്ട്. ശേഷം അവിടെയുള്ള ഒരു മാനേജറിനോട് പറയണ്ട, അതെ ഇവിടൊക്കെ ഒന്ന് പണിക്കൂലി ഒന്നും വാങ്ങിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അപ്പൊ കാർത്തിക പറയണ്ട, ഈ ആഭരണങ്ങളൊന്നും വേണ്ടായിരുന്നു കല്യാണി എന്ന് പറയുമ്പോഴേക്കും നയന പറയണ്ട, അത് അങ്ങനെയല്ല ചേച്ചി, മരിച്ചാളുടെ ആഭരണങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല, അത് മാറ്റി വാങ്ങിക്കാൻ തന്നെ പറ്റുള്ളൂ ചേച്ചി, അത് മാറ്റി വാങ്ങിക്കൊണ്ടോ എതിർപ്പൊന്നും പറയരുത്, കല്യാണത്തെ ആഡംബരമൊന്നും വേണ്ടെന്ന് പറഞ്ഞതാ ഞങ്ങളെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോഴേക്കും കാദംബരി പറഞ്ഞ, ആഡംബരത്തോടെ കല്യാണം നടത്തണമെന്നുള്ളത് കിരൺ സാറിന്റെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധമാണ് എന്ന് പറയാണ്. പിന്നെ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിക്ക്, അത് വേണ്ടെന്ന് പറയരുത് കേട്ടോ എന്ന് നയനെ പറയാണ്. പിന്നെ കാദംബരി ചേച്ചി, ലക്ഷ്മിയമ്മേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടോ, ആദർശേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചോളാനായിട്ട്. ഓ ഞങ്ങൾക്ക് അതിന്റെ സാഹചര്യം അല്ലല്ലോ ഇപ്പോ എന്ന് നയനേന്ന് കല്യാണി പറയുമ്പോ, അതെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കാത്തത് എന്ന് പറയാണ്. ശേഷം നയന ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് കാർത്തികക്കും ലക്ഷ്മി അമ്മക്കും കാണിച്ചു കൊടുക്കണ്ട്, ഈ ഫോട്ടോ കണ്ടില്ലേ, ഇതാ ഞാൻ അവസാനമായിട്ട് ദീപാമ്മയുടെ കൂടെ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഫോട്ടോ കണ്ട് കല്യാണി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണ ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ കമലൂനെയാണ്. ആ പെണ്ണിന്റെ പേര് കമലു അല്ല അമലു എന്നാട്ടോ. ആ പെണ്ണിന്റെ പേര് അമലു എന്നാണ്. അവർ രണ്ടുപേരും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം. അപ്പൊ ഗംഗപ്രസാദിനെ കൈ പിടിച്ചിട്ടാണ് ഈ പെണ്ണ് നടത്തുന്നത്. അപ്പൊ ഗംഗടുത്ത് ഇങ്ങനെ ചോദിക്കണ്ടേ, ഇതൊക്കെ കാണുമ്പോ പേടിയാവുന്നുണ്ടോ? പേടിക്കൊന്നും വേട്ടോ, ഇവിടെ കുറുനരിയും അതുപോലെ കുറുക്കനും മാത്രമേ ഉള്ളൂ, നമ്മുടെ സംസാരം ഒന്നും കേട്ട അവരടുത്ത് വരില്ല. പുലീനെയൊന്നും പേടിക്കണ്ടോ കേട്ടോ, അവരൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ മാനിനെയൊക്കെ ആണെങ്കിലേ പാത്ത് നിന്ന് പിടിക്കുള്ളൂ, കാരണം മാനൊക്കെ പെട്ടെന്ന് ഓടിപ്പോവല്ലോ, മനുഷ്യരെ പെട്ടെന്ന് പാത്ത് നിന്ന് പിടിക്കില്ല, നേരിട്ട് മുമ്പിലേ വരുള്ളൂ. പിന്നെ നമ്മളെ അവർക്ക് ചെറിയ പേടിയാ, നമ്മൾ വേട്ടയാടുന്നവരാണല്ലോ, അതുകൊണ്ട് പുലിനെയും കടുവനെയൊന്നും പേടിക്കണ്ട കേട്ടോ, അതിനെയൊക്കെ പേടിയാണോ എന്നൊക്കെ ഗംഗപ്രസാദിന്റെ ചോദിക്കുമ്പോ ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണേ, എന്റെ പെണ്ണെ ഞാൻ എനിക്ക് കടുവനെയും പുലിനെയും ആനനെയും ഒന്നും പേടിയില്ല, പേടിയുള്ളത് മനുഷ്യരെയാ, പ്രത്യേകിച്ച് ആ കിരൺ എന്ന് പറഞ്ഞവനെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. ശേഷം ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ആ പെണ്ണ് പറയുന്നുണ്ട്, അതെ മാനിറച്ചി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, മാനിനെ
മാനിനെ കാണുവാണെങ്കിൽ ഞാൻ പിടിക്കാൻ കേട്ടോ, മാനിറച്ചി ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ തെറ്റാലിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിന് പിടിക്കാൻ സാധിക്കും. അമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റയേറിന് ഞാൻ പിടിക്കാറുണ്ട്, എനിക്കൊരുവിധം വിദ്യകളൊക്കെ അറിയാം എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പേറും തെറ്റാലിയേറൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അതിനുള്ള സമയമില്ലല്ലോ, പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം എന്തെങ്കിലും വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കാണ്. ഗംഗപ്രസാദ് പേടിക്കുമ്പോ, എന്തിനാ പേടിക്കണത്, അത് കാട്ടെലിയോ അതുപോലെ തന്നെ വല്ല എന്താണ് കീരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ അമല് പറയണ്ട, അതെ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ വേലുച്ചേട്ടനെ പേടിക്കണം കേട്ടോ. വേലുച്ചേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര സാധനമാണ്, എന്റെ പുറകിൽ ഇങ്ങനെ നടക്കും, എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ശരിക്കും എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോനൊന്നുമല്ല അത്, മാമാന്ന് വിളിക്കണമെന്നേ ഉള്ളൂ. എന്റെ അച്ഛനെ എടുത്തു വളർത്തിയതാ, പക്ഷെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു വെച്ചു എനിക്ക് വേലുച്ചേട്ടൻ ഉള്ളതാണെന്ന്. അതേ പിന്നെ എന്റെ പുറകെ തന്നെയാ ഞാനേ വേലുചേട്ടനെ ഞാൻ ഈ ഏട്ടനോട് സംസാരിക്കുന്നത് വേലുചേട്ടന് ഇഷ്ടമല്ല, ചേട്ടനോടൊന്നല്ല കേട്ടോ, ഞാൻ ആർക്കും സംസാരിക്കുന്നത് വേലുചേട്ടന് ഇഷ്ടമല്ല, എനിക്ക് വേലുചേട്ടന് ഇഷ്ടമല്ല, എനിക്ക് എന്തോ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയാട്ടോ. ശേഷം വീണ്ടും ഒരു ശബ്ദം കേൾക്കുമ്പോ ഗംഗപ്രസാദ് ആകെ ഞെട്ടുവാണ്. എന്തിനാ ഇങ്ങനെ പേടിക്കണത്, പേടിക്കണ്ട, അത് വലിയ കാട്ടിലെ ചെറിയ ചെറിയ ജീവികളൊക്കെ ആയിരിക്കും, അവര് കരിയിലയുടെ ഇടയിൽ കൂടി പോകുമ്പോഴേ ഇതുപോലത്തെ സൗണ്ടാ കേൾക്കുന്നത്. അയ്യോ നിങ്ങൾ ഇനി പേടിക്കേണ്ടത് അവരെയാണോ, നിങ്ങൾ അന്വേഷിച്ചു വന്നവരെ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗംഗപ്രസാദ് ഇങ്ങനെ തലയാട്ടാണ്. അതേസമയം കിരണും ബൈജും രതീഷും കൂടി ഒരു കടത്തൊക്കെ കടന്ന് കാട്ടിലേക്ക് ഇങ്ങനെ പോവാട്ടോ. അപ്പൊ വഞ്ചിയിലാണെങ്കിൽ ഒരു യാത്ര ചെയ്യണം. അപ്പൊ വഞ്ചി ഇങ്ങനെ തുഴയണ പുള്ളിക്കാരൻ ചോദിക്കണ്ടേ, അല്ല നിങ്ങൾ കാട്ടിലേക്ക് വെറുതെ പോകുവാണോ? അതെ ചേട്ടാ, വെറുതെ ഒന്ന് പോവാണ്. അതെ, കൂട്ടം തെറ്റി പോയത് കേട്ടോ, കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, പിന്നെ കാട്ടില് പകലാണെങ്കിലും ഇരുട്ടായിരിക്കും, പിന്നെ കാട്ടു ചെന്നായ്ക്കളും കുറുനരികളാണ് ഈ കാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ പാമ്പുണ്ട്, അവരെ പേടിക്കണം, കാരണം മരത്തിന്റെ മുകളിൽ നിന്ന് എപ്പോഴാണ് നിലത്ത് വീഴുന്നത് പറയാൻ പറ്റില്ല, കൊത്തു കിട്ടിയ പിന്നെ രക്ഷപ്പെടാനേ പറ്റില്ല, അതുകൊണ്ട് അവരെയൊക്കെ സൂക്ഷിക്കണം. പിന്നെ സൗണ്ട് കേട്ടാൽ ഇമാതിരി മൃഗങ്ങളൊന്നും നമ്മുടെ അടുത്ത് വരില്ല, എന്നാലും ഇവരെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ, പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തോക്കൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ കിരൺ, ആ ഉണ്ട് ചേട്ടാ. ആ എങ്കിൽ പേടിക്കണ്ട, ഒരു വെടി പൊട്ടിച്ചാലേ പിന്നെ മൃഗങ്ങളൊന്നും അടുത്തു വരാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രതീഷ് ബൈജുനോട് പറയണ്ട്, എന്തായാലും അവനെ നക്കി തുടച്ച് മൃഗങ്ങൾ തിന്നിട്ടുണ്ടാവുമായിരിക്കും. അതെ 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 രതീഷ് എന്ന് ബൈജു പറയാണ്. ശേഷം കിരൺ ചോദിക്കണ്ടല്ല, ഈ കാട്ടിലേക്ക് മനുഷ്യരൊക്കെ ഉണ്ടോ? ആ, ഉൾക്കാട്ടിലേക്ക് മനുഷ്യരൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വരെ എത്തിപ്പെടാനായിട്ട് പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മൃഗങ്ങളെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, പാത്ത് നിന്ന് പിടിക്കുന്ന മൃഗങ്ങളില്ലെങ്കിലും ചെന്നായ്ക്കളുണ്ട്, മനുഷ്യരുടെ മണം കെട്ടിയ ചോര പോലും നക്കി കുടിക്കുന്ന ഐറ്റമാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ നമ്മുടെ ബൈജുവിനെ രതീഷിനെ നോക്കണം. അപ്പോ അത് വേറൊന്നുമല്ല, ഗംഗപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന രീതിയിൽ പറയാട്ടോ, നോക്കുവാട്ടോ. അതിനുശേഷം അവർ കാടിന്റെ അടുത്തേക്ക് എത്തി. ശേഷം ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് കിരണും ബൈജും രതീഷും കൂടിയിട്ട് കാട്ടിലേക്ക് ഇറങ്ങുവാട്ടോ. ശേഷം അവർ നടന്നു പോകുവാണ്. അതേ സമയം തന്നെയാണ് ഈ അമലു നമ്മുടെ ഗംഗപ്രസാദിനെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോകുന്നത്. ആ പെട്ടെന്ന് വീണ്ടും ഒരു ഒച്ച കേൾക്കുവാട്ടോ. ആ ഒച്ച കേൾക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ കിരണും ബൈജും രതീഷും കൂടി ഇങ്ങനെ വരുന്നത് ഗംഗപ്രസാദ് കാണുവാണ്. അത് കാണുന്ന ഗംഗ ആകെ ഷോക്ക് ആവാട്ടോ. കിരണും നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവര് തമ്മിൽ കണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.